കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിൽ ബസ് പുഴയിലേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആനക്കാംപൊയിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്നു KSRTC ബസ്. ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാളിയാമ്പുഴയിലെത്തിയപ്പോൾ ബസ് മതിലിലിടിച്ച് പുഴയിലേക്ക് മറിയുകയായിരുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വലിയ അപകടമാണ് അവിടെ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ KSRTC ബസ് കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിലാണ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ പുഴയിലേക്ക് വീണ എല്ലാവരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ദിസ്ന സുരേഷ്? വിനോദ്, വലിയൊരു രീതിയിലുള്ള അപകടം തന്നെയാണ് കോഴിക്കോട് നടന്നിരിക്കുന്നത്. കോഴിക്കോട് KSRTC ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴയിലേക്കാണ് ഈ KSRTC ബസ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന KSRTC കണ്ടക്ടർക്കും ഡ്രൈവർക്കും മറ്റു യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. 40ഓളം ആളുകൾ ഈ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയുന്നതേയുള്ളൂ. ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് കീഴ്മേൽ മറിയുകയായിരുന്നു. ബസിന്റെ മുൻഭാഗത്തിരുന്ന 3 പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ പരിക്കേറ്റവരെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിരുവമ്പാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലും മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഏകദേശം ഈ അപകടം ഉണ്ടായതെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പുഴയോട് ചേർന്ന് കീഴ്മേൽ മറിഞ്ഞ നിലയിലാണ് ഈ KSRTC ബസ്. കൈവരികളോ സുരക്ഷാ ബാരിക്കേഡുകളോ ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറയുന്നത്. അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. മാത്രമല്ല, ക്രെയിൻ ഉപയോഗിച്ച് ഈ KSRTC ബസ് പുറത്തേക്ക് എടുക്കുവാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. മുക്കം ഫയർഫോഴ്സും പോലീസും തിരുവമ്പാടിയിൽ നിന്ന് മുക്കം ഫയർഫോഴ്സും ഒക്കെ വന്ന് സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. എന്തായാലും ബസ്സിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിലാണ് നിലവിൽ ആളുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബസ് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് കയറ്റാനാണ് ശ്രമം നടക്കുന്നത്. സ്ഥലത്ത് നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 40ഓളം പേരാണ് നിലവിൽ ആ ബസ്സിലുണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിനോദ്, ദിസ്ന സുരേഷ്, ഈ ബസ്സിന്റെ ഡ്രൈവർ, കണ്ടക്ടർ അടക്കമുള്ള ആളുകൾ അവർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ? അവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ മേഖലയിൽ അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അപകടം ഏത് തരത്തിലാണ് ഉണ്ടായത് എന്ന് കൂടുതൽ സ്ഥിരീകരിക്കാൻ അത് ഉപകാരപ്പെടുമല്ലോ ദിസ്ന സുരേഷ്. തീർച്ചയായും വലിയൊരു രീതിയിലുള്ള അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നത് ഈ കൈവരികളില്ലാത്ത പാലത്തിൽ നിന്നാണ് ഈ ബസ് പുഴയിലേക്ക് മറിഞ്ഞിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിയന്ത്രണം വിട്ടാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. 40ഓളം ആളുകൾ ഈ ബസ്സിൽ ഉണ്ടായിരിക്കുന്നു. ഈ ബസ് പുഴയിൽ നിന്ന് ട്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിച്ചാൽ മാത്രമേ കൂടുതൽ പേർ ബസ്സിലുണ്ടോ എന്നൊരു വിവരം നിലവിൽ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ട്രെയിൻ ഉപയോഗിച്ച് ഈ ബസ് കയറ്റാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും മറ്റു സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. മുക്കത്ത് നിന്ന് തിരുവമ്പാടിയിലേക്ക്, ആനക്കാംപൊയിൽ വഴി തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന KSRTCയുടെ ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 40ഓളം പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ബസ്സിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയത്തെ തുടർന്ന് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും തിരുവമ്പാടിയിലേക്കും മുക്കത്തെ വിവിധ സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് ഇപ്പോൾ നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വിനോദ്, വളരെ വ്യക്തമാണ് ദിസ്ന സുരേഷ്. കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിൽ ബസ് പുഴയിലേക്ക് മറിഞ്ഞ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആനക്കാംപൊയിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണല്ലോ അപകടത്തിൽപ്പെട്ടത്.